ഗതാഗത മന്ത്രി കെ.പി. ഗണേഷ് കുമാറിനെ വേദിയിൽ ഇരുത്തി വിമർശിച്ച തൊഴിലാളി സംഘടനാ നേതാവ് പരിഷ്കാരങ്ങൾക്കൊപ്പം ജീവനക്കാരെ കൂടി പരിഗണിക്കണമെന്നും ആവശ്യം. KSRTC ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടന ചടങ്ങ് ഗതാഗത മന്ത്രി നടത്തവെയാണ് ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം നൽകണമെന്ന് BMS യൂണിയൻ ആവശ്യപ്പെട്ടത്. ഗതാഗത വകുപ്പിൽ കൊട്ടിഘോഷിച്ച് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ ജീവനക്കാരെ കൂടി പരിഗണിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. KSRTC എംപ്ലോയീസ് സംഘാണ് മന്ത്രിയെ വേദിയിലിരുത്തി ജീവനക്കാരുടെ ആവശ്യങ്ങൾ എണ്ണിപ്പറഞ്ഞത്. പലതവണ ആവശ്യപ്പെട്ടിട്ടും KSRTC ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെ വേദിയിലിരുത്തി കേരള സ്റ്റേറ്റ് എംപ്ലോയീസ് സംഘ് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി പ്രദീപ് വിമർശനമുന്നയിച്ചത്. KSRTCയുടെ ഈ പരിഷ്കാരങ്ങൾക്കൊപ്പം ജീവനക്കാരൻ്റെ അന്നം ആ വിഷയത്തിലുള്ള പരിഷ്കാരം അല്ലെങ്കിൽ ആ വിധത്തിലുള്ള നടപടികളിലൂടെ KSRTCയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് ഈ യോഗത്തിൽ വയ്ക്കാനുണ്ടായിരുന്നത്. ഒരവസ്ഥ കൂടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. പരിഷ്കാരങ്ങൾക്കൊന്നും എംപ്ലോയീസ് സംഘ് എതിരല്ല, ഒരു കാലഘട്ടത്തിലും എതിരായിരുന്നിട്ട് പോലും. പല പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ തുടർച്ച പലപ്പോഴും KSRTCയിൽ ഉണ്ടാവുന്നില്ല. ലക്ഷക്കണക്കിന് രൂപ KSRTCയിൽ നിന്ന് എടുത്തുകൊണ്ട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ആ ബഹുമാനപ്പെട്ട മന്ത്രിയോ MDയോ മാറുന്ന സമയത്ത് ആ പരിഷ്കാരങ്ങൾ അതോടുകൂടി കുഴിച്ചുമൂടപ്പെടുകയും ചെയ്യുന്ന പല പരിഷ്കാരങ്ങളുമാണ് KSRTCയിൽ കണ്ടുവരുന്നത്. അതുപോലെ ആകരുത് ഇത് എന്നുള്ളൊരു അപേക്ഷ ഞങ്ങൾ മന്ത്രിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജീവനക്കാരൻ്റെ അവൻ്റെ അവകാശമായ ശമ്പളം അത് അടിയന്തരമായി നൽകണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടെ നമ്മുടെ യോഗത്തിൽ വെച്ചിട്ടുണ്ട്. മെയ് മാസത്തെ ശമ്പളം ജൂൺ അവസാന വാരത്തിലും ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് പരാതി പ്രത്യക്ഷമായി പറഞ്ഞത്. അതേസമയം ശമ്പളം മുടങ്ങൽ തുടർച്ചയായാൽ ശക്തമായ സമരമുറകളുമായി നീങ്ങുമെന്നും യൂണിയൻ അറിയിച്ചു. ജനം, തിരുവനന്തപുരം.